ആലപ്പുഴയിലേക്ക് വന്നാലും വ്യത്യസ്തമൊന്നുമല്ല കാഴ്ചകൾ തീരദേശ മേഖലയിൽ. കാരണം ഒരാഴ്ചക്കിടയിൽ ആലപ്പുഴ കടൽ തീരത്തടിഞ്ഞത് 2 തിമിംഗലങ്ങളുടെ ജഡമാണ്. ദിവസങ്ങൾ പഴക്കമുള്ള തിമിംഗല ജഡങ്ങൾ തീരത്തടിയുന്നത് പ്രദേശത്ത് അതിരൂക്ഷ ദുർഗന്ധം ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ ഇടവേളകളിൽ തിമിംഗലങ്ങൾ തീരത്തടിയുന്ന സാഹചര്യം അസാധാരണമാണ്. അപ്പോൾ ഇത് പരിശോധിക്കണം എന്നൊരാവശ്യം മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ ശക്തമാകുന്നുമുണ്ട്. പുറക്കാട് പഞ്ചായത്തിലെ പഴയങ്ങാടി തീരത്താണ് ഇത്തവണ തിമിംഗലം അടിഞ്ഞത്. കടൽഭിത്തിയില്ലാത്ത പ്രദേശമായതിനാൽ ജഡം അല്പം കരയിലേക്ക് കയറിയിട്ടുണ്ട്. തിമിംഗലത്തിന് ഏകദേശം 30 മീറ്റർ നീളമാണുള്ളത്. ദിവസങ്ങൾക്ക് മുൻപ് മാത്രം ചത്ത തിമിംഗലമാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഫിഷറീസ് വകുപ്പ്. ഒരാഴ്ചക്കുള്ളിലെത്തുന്ന രണ്ടാമത്തെ ഭീമൻ തിമിംഗലമാണ് ഇന്നിപ്പോൾ കാണുന്നത്. ഇത് കപ്പൽ ദുരന്തവുമായി ബന്ധപ്പെട്ടാണോ മറ്റു തരത്തിലേക്കുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള കടലിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്കുള്ള വലിയ മാറ്റമാണോ ഇത്തരത്തിലേക്കെന്നുള്ളത് അറിയുന്നില്ല. ഇനിയും ഇത്തരത്തിലേക്കുള്ള ഈ കടൽ ജീവികളൊക്കെ തന്നെയും വളരെ വലിയ തരത്തിലേക്ക് കരയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വലിയ തരത്തിലേക്ക് ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ പറയുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ പരിശോധിച്ച് അതിനെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക അകറ്റേണ്ട അത്യാവശ്യമാണ്. 4 ദിവസം മുൻപ് ഇവിടെ നിന്ന് 2 കിലോമീറ്റർ തെക്ക് മാറി പുന്തലയിലും കൂറ്റൻ തിമിംഗലത്തിന്റെ ജഡം അടിഞ്ഞിരുന്നു. തിരയിൽ തെക്കോട്ടൊഴുകിയ ജഡം പിന്നീട് പല്ലന തീരത്ത് വരെ എത്തി. കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലുകളിൽ നിന്നുള്ള വസ്തുക്കൾക്ക് പുറമെ ഇടയ്ക്കിടയ്ക്ക് തിമിംഗലങ്ങളുടെ ജഡം തീരത്തടിയുന്നത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ന്യൂസ് മലയാളം, ആലപ്പുഴ.